വോട്ടിന് മാത്രം വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വോട്ടിന് വന്ന് ചോദിക്കും. അത് കഴിഞ്ഞ് ഇതുവരെ എൻ്റെ വീട്ടിൽ വന്നിട്ടില്ല. എൻ്റെ അറിവ് വെച്ച കാലം മുതൽ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, മാറ്റമില്ല. തൊട്ടടുത്ത് 30 കിലോമീറ്റർ കഴിഞ്ഞാൽ എന്താണ്, അതങ്ങ് പഠിച്ചാൽ പോരെ. ഇതുവരെ എത്രയോ വർഷങ്ങളായി, 50-60 വർഷം കേരളം ഭരിക്കണവർ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. സർക്കാരിനെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതാണ്. ഈ സർക്കാർ നല്ല സർക്കാർ. കടം മൂക്കുമുട്ട കടമാണ്, അതിന് കണക്കൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാൻ ഞാൻ തയ്യാറല്ല. ഇത് നിങ്ങൾ നാളെ ടെലികാസ്റ്റ് ചെയ്യുമോ? അത് പിണറായിയുടെ വീട്ടിൽ തന്നെ കൊണ്ടുപോയിട്ടുണ്ട്, ഞാൻ പറയാൻ. തീർന്നല്ലോ. നമ്മുടെ കൊച്ചു കേരളം ഇന്ന് കടക്കെണിയിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുകയാണെന്ന് നിസ്സംശയം പറയാം. മുൻപ് KSRTC ഡ്രൈവർമാർക്കാണ് ശമ്പളം കൊടുക്കാൻ പറ്റാതിരുന്നതെങ്കിൽ ഇന്നിതാ കുട്ടികളുടെ പാഠ്യപുസ്തകം പരിഷ്കരിക്കുന്നവർക്ക് പോലും വേതനം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കേരളം എത്തിയിരിക്കുകയാണ്. സർക്കാരിന്റെ ആർഭാടമാണോ ഇങ്ങനെയൊരു അവസ്ഥയിലേക്ക് കേരളം എത്താനുള്ള കാരണം? പൊതുജനങ്ങൾക്ക് ഇതേപ്പറ്റി ചിലത് പറയാനുണ്ട്, അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ചേട്ടാ, അറിയാലോ, നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് KSRTC ഡ്രൈവർമാർക്ക് നമ്മുടെ സർക്കാരിന് ശമ്പളം കൊടുക്കാൻ പറ്റാതെ പോയിരുന്നു. ഇപ്പോഴിതാ കുട്ടികളുടെ പാഠപുസ്തകം പരിഷ്കരിച്ചവർക്ക് പോലും വേതനം നൽകാതെ ആയിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ട് വരുന്നത്. എന്തായിരിക്കും ചേട്ടാ ഇപ്പോഴത്തെ ഈ സർക്കാരിന്റെ ഇത്രയും കടം വരാനുള്ള കാര്യം എന്തായിരിക്കും? സർക്കാരിന് കടം വരുമെന്ന് പറഞ്ഞാൽ ഇപ്പം സർക്കാർ ഈ 1600 രൂപ പെൻഷനൊക്കെ കൊടുക്കുന്ന രീതിയിലല്ലേ കൊടുക്കുന്നത്. അതെ 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 അതെ. അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടൊക്കെ വരും. പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായം കുറവാണ്. പിന്നെ എല്ലാം ഇതിൽ നിന്ന് ഓരോ വരുമാനങ്ങൾ ഉണ്ടാക്കിയല്ലേ നമ്മുടെ സർക്കാർ കൊടുക്കുന്നത്. അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് സർക്കാരിനുണ്ടാവും എന്തായാലും. പക്ഷെ എന്തെങ്കിലും ഇപ്പോൾ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതിനുള്ള വരുമാനത്തിന്റെ മാർഗം കൂടെ നമ്മൾ കണ്ടെത്തിയിട്ട് വേണ്ടേ ഓരോന്ന് തീരുമാനിക്കാനായിട്ട്? മാർഗങ്ങൾ കണ്ടെത്തുന്നതിന് ഒരു പരിധിയുണ്ടല്ലോ. പൊതുജനങ്ങളെ ഒരുപാട് വലയ്ക്കാൻ പറ്റത്തില്ലല്ലോ. ഇല്ല ഇല്ല. പക്ഷെ ഇപ്പൊ ഇത് കടം കൂടി കൂടി കയറി കഴിഞ്ഞാൽ ആർക്ക് ശമ്പളം കൊടുക്കാത്തൊരു സ്ഥിതിയിലേക്ക് മാറത്തില്ലേ? അങ്ങനെ വരില്ല. എന്തായാലും എന്തെങ്കിലും മാർഗം സർക്കാർ കണ്ടുപിടിക്കും. എന്തായിരിക്കും ചേട്ടാ സർക്കാരിന് ഇങ്ങനെ കടങ്ങൾ കൂടി കൂടി വരാനുള്ള കാര്യം എന്തായിരിക്കും? എന്നാലും കടങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ അവർക്ക് ശമ്പളം പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ. അഴിമതി ആയിരിക്കാനായിരിക്കും. ഇപ്പൊ 10 വർഷമായിട്ട് നമ്മള് ഇടത് സർക്കാരാണല്ലോ നമ്മളെ കേരളത്തെ ഭരിക്കുന്നത്. എന്താ ചേട്ടൻ കണ്ട അഴിമതി? എന്താ അവർ ചെയ്യുന്നതില്? എല്ലാത്തിലും അഴിമതി തന്നെയാണ്. ഇനി ഇല്ല. എന്തായിട്ട് അത്രയ്ക്ക് ഉറപ്പിച്ച് പറയാനുള്ളൊരു കാര്യം എന്താ? അതുകൊണ്ട് ഇനി വരുമെന്ന് തോന്നുന്നില്ല. ഇനിയിപ്പോ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുണ്ടല്ലോ. ആ തിരഞ്ഞെടുപ്പിൽ CPM ജയിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടായിരിക്കും ഈ നിങ്ങൾ ഇത് ചോദിക്കുന്നല്ലോ? നിങ്ങൾ ഇടതുപക്ഷത്തിനെ താറടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമുണ്ട്. ഈ ഗാസയിൽ നടന്ന സംഭവത്തിനെ കുറിച്ചൊന്നും നിങ്ങൾ പറയുന്നില്ലല്ലോ. ഇന്നലെ ഇത്രയും വലിയൊരു കൂട്ടായ്മ നടന്നില്ലേ? കോൺഗ്രസ്സുകാർക്കൊരു നിലപാടുണ്ടോ? അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാൻ ഞാൻ തയ്യാറല്ല. ഇത് നിങ്ങൾ നാളെ ടെലികാസ്റ്റ് ചെയ്യുമോ? ചെയ്യും. തീർച്ചയായിട്ടും. ആ, അപ്പോൾ നിങ്ങൾ താറടിച്ച് കാണിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. ഇടതുപക്ഷം ഒരിക്കലും ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് ഈ ലോട്ടറി ഏജൻസിയെ അവർ അതിനെ കൊണ്ട് എത്ര പേര് ഉപജീവനം നടത്തുന്നു? അത് ഇനി അടുത്ത പ്രാവശ്യം നിങ്ങൾ ചോദിച്ച ചോദ്യം തെറ്റാണ്. അടുത്ത പ്രാവശ്യം ഇടതുപക്ഷം വരുമോ എന്ന് ചോദിച്ചത് ആ ഒരു ചോദ്യം നിങ്ങൾ പാടില്ല. നിങ്ങൾ മീഡിയാസാണ്, ഒരിക്കലും അത് ചോദിക്കരുത്. അത് നിങ്ങളുടെ ചോദ്യമല്ല. അത് ഇടതുപക്ഷം വരുമോ എന്ന് ചോദിക്കുന്നത് നിങ്ങൾ പക്കയായിട്ട് നിങ്ങൾ ഒരു വല്ലാത്തൊരു ചോദ്യമാണ് ചോദിച്ചത്. അത് ചോദിക്കരുത്. അത് ഒരിക്കലും ചോദിക്കാൻ പാടില്ല. ഇവിടുത്തെ പ്രശ്നത്തിന് എന്താണ് കുഴപ്പം? ഞാൻ ചോദിക്കട്ടെ പെൻഷൻ പൈസ കൃത്യമായിട്ടും തരുന്നുണ്ട്. ഒരു ഇടയ്ക്ക് ചെറിയൊരു പ്രശ്നം വന്നു. ഇടയ്ക്ക് ഇന്ന് ഇത് നിങ്ങൾ വായിച്ചു നോക്ക്. ഇവിടുത്തെ ഈ ഇന്നും കേരളത്തിന് കിട്ടേണ്ട ചൂരൽമലയിലെ ഇത് കാശ് വന്നിട്ടില്ല. ഇവിടുന്ന് പിരിച്ച കാശ് നിങ്ങൾ ചോദിക്കുന്നത് ഇവിടുന്ന് പിരിച്ച കാശ് പിണറായിയുടെ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. സർക്കാരിൻ്റെ രേഖയിലെ നിയമസഭയ്ക്കകത്ത് ചോദിക്കേണ്ട ചോദ്യമാണ്. അത് എൻ്റെ അടുത്തല്ല. കാരണം അവിടെ കുറേ ഷണ്ണന്മാരിരിപ്പുണ്ട്. അവന്മാർക്ക് ചോദിക്കാം. അവന്മാർക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസറും കിട്ടും. വിവരാവകാശ നിയമപ്രകാരം നമുക്ക് അവിടെ ചോദിക്കാം. നിങ്ങൾ അവിടെ ചോദിക്കാം. എൻ്റെ അടുത്ത് ചോദിക്കേണ്ട കാര്യമല്ല. നിങ്ങൾക്ക് അറിയാമല്ലോ, ഹ്യൂമൻ റൈറ്റ്സ് അവിടെ ഉണ്ടല്ലോ. നിങ്ങൾക്ക് അവിടെ ചോദിക്കാമല്ലോ. അപ്പൊ നിങ്ങൾക്ക് അവിടെ ചോദിക്കാം. നിങ്ങൾക്ക് ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട്, നിങ്ങൾക്ക് അവിടെ ചോദിക്കാം. അത് പിണറായിയുടെ വീട്ടിൽ തന്നെ കൊണ്ടുപോയിട്ടുണ്ട്, ഞാൻ പറയാണ്. തീർന്നല്ലോ.
എന്നാ അമ്മ ഈ സർക്കാർ ഇങ്ങനെ ഇത്രയും കടം കൂടാനുള്ള കാരണം എന്തായിട്ടാ കരുതുന്നത്? അവരെ ഇഷ്ടം പോലെയുള്ള യാത്രയ്ക്കൊക്കെ നടക്കല്ലേ. നമ്മളെ കഴിയുന്നൊക്കെ പണം മേടിച്ചുകൊണ്ട് അവർ അമേരിക്കയിലും അങ്ങും ഇങ്ങുമൊക്കെ പോണത് ദൂരയാത്രയ്ക്ക്. അപ്പം അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആർഭാടം കാണിക്കുന്നത് കൊണ്ട് തന്നെ ആയിരിക്കും അല്ലേ? കൊണ്ട് തന്നെ, അല്ലാതെ ഒന്നുമല്ല. അമ്മ ഇപ്പൊ ഒരു 10 വർഷമായിട്ട് ഇപ്പൊ ഏകദേശം 10 വർഷം ആവാൻ പോകുന്നുണ്ട് ഇടത് സർക്കാർ നമ്മുടെ ഭരണത്തിൽ വന്നിട്ട്. എങ്ങനെയുണ്ട് അവരുടെ ഭരണം? എങ്ങനെയുണ്ട് ഭരണമൊന്നും പറയാൻ പറ്റില്ല. ആദ്യത്തെ വർഷം എങ്ങനെയുണ്ടായിരുന്നു? ആദ്യത്തെ 5 വർഷം എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് അതൊന്നും നല്ലതായിട്ട് തോന്നുന്നില്ല മോളെ. തോന്നുന്നില്ല. പക്ഷെ അവര് പലരും പറയുന്നത് കിറ്റ് കൊടുത്തു, പ്രളയ സമയത്ത് നമ്മോടൊപ്പം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയണ. 1-2 പേർക്ക് അത് കൊടുത്തോണ്ട് വല്ല ഉപയോഗം ഉണ്ടാ? ഇല്ല ഇല്ല. അവർക്ക് പിന്നെ ഈ പാർട്ടി ലെവലിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പേര് കാണും. ഇപ്പോഴും ഞാൻ ആറ്റങ്ങയുള്ളതാണ്. ആറ്റങ്ങ മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോഴും കിറ്റ് കൊടുത്തു. ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. ഞാൻ മുനിസിപ്പാലിറ്റി ടൗണിൽ കിടക്കണോളാണ്. എനിക്ക് തന്നില്ലെങ്കിൽ വേണ്ട. എനിക്കൊരു ചെറിയ പണിയുണ്ടായിരുന്നു. എൻ്റെ മോക്കാണെങ്കിൽ ഒന്നുമില്ലായിരുന്നു. നമുക്ക് കിട്ടണ്ടേ? അറിഞ്ഞിട്ട് പോലും ഇല്ല നമ്മളെ വാർഡ് മെമ്പർമാർ. വോട്ടിന് മാത്രം വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വോട്ടിന് വന്ന് ചോദിക്കും. അത് കഴിഞ്ഞ് ഇതുവരെ എൻ്റെ വീട്ടിൽ വന്നിട്ടില്ല. ഞങ്ങളൊരു വോട്ടുള്ളത് ഞങ്ങൾ പാഴിക്കളയില കൊടുക്കും. ഞങ്ങൾ അവകാശം. അമ്മ ഇപ്പൊ ഇനിയിപ്പോ ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുണ്ടല്ലോ. കൗൺസിലർ ഇലക്ഷനും വരുന്നുണ്ട്, നിയമസഭാ ഇലക്ഷനും വരുന്നുണ്ട്. ഇപ്പൊ ഇടത് സർക്കാർ തന്നെ തുടർ ഭരണം അവർക്ക് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? തോന്നണുണ്ടോ എന്തോ അതിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാ. അല്ല, ഇപ്പോഴത്തെ ഭരണം വെച്ചിട്ട് എങ്ങനെ തോന്നുന്നു? ജനങ്ങൾ അവർക്ക് അവർക്ക് കുറച്ച് ആൾക്കാരുണ്ട്. അവരതില്ല. അവരെല്ലാവരും കൊടുക്കൂലെന്ന്. ഞങ്ങൾ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഞാൻ മാറി. എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു വോട്ടുള്ളത് ഞങ്ങൾക്ക് എനിക്കൊന്നും സഹായിച്ചിട്ടില്ല. ആറ്റുവെള്ളം കയറി എൻ്റെ വീട് ഇടിഞ്ഞ് തൊഴിഞ്ഞ് കിടന്നിട്ട് ഒരു മനുഷ്യരും നോക്കിയില്ല. പിന്നെ നമുക്ക് ഇന്ന ആരും വന്ന് നോക്കിയിട്ടില്ല. എൻ്റെ വാർഡ് മെമ്പർ പോലും വന്നിട്ടില്ല. അപ്പം പിന്നെ നമ്മൾ വോട്ടിനാർക്ക് കൊടുക്കും അങ്ങനെ ഞാൻ പറയില്ല. പിന്നെ വോട്ട് സമയത്ത് ഞാൻ പോയി എൻ്റെ വോട്ട് പാഴി കളയില്ല. ആർക്കെങ്കിലും ഒരാളിന് കൊടുക്കും. മുഖം നോക്കി തന്നെ നോക്കിയൊന്നും കൊടുക്കും ഇല്ല. ആരാണോ നന്നായിട്ട് ചെയ്യുമെന്ന് ആരാണ് അങ്ങനെ എനിക്ക് സഹായിക്കുമെന്ന് പറഞ്ഞല്ല കൊടുക്കണം. എൻ്റെ വോട്ട് പാഴി പോകൂല. അതുകൊണ്ട് ആർക്കെങ്കിലും കൊടുക്കുന്നതാണ്. എന്തുകൊണ്ടായിരിക്കും സർക്കാരിന് ഇത്രയും കടം വന്ന് പ്രതിസന്ധിയിലാവാനുള്ള ഒരു കാരണമായിട്ട് തോന്നുന്നത്? ഇവിടെ വരുമാനം ഇല്ലാത്തത് കൊണ്ടാണ്. കേരളത്തിൽ വരുമാനമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ശമ്പളം കൊടുക്കാൻ പറ്റാതായത്. പക്ഷെ നമ്മളിപ്പം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് വരുമാനത്തിനുള്ള മാർഗം എന്തെങ്കിലും നോക്കി വെച്ചിട്ടല്ലേ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കേണ്ടത്? ഇപ്പം വരുമാനത്തിന് വേണ്ടിയുള്ള മാർഗം നോക്കാൻ ഇതുവരെ എത്രയോ വർഷങ്ങളായി, 50-60 വർഷം കേരളം ഭരിക്കണവർ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലല്ലോ. ആരും കണ്ടെത്തിയിട്ടില്ലെന്ന് തന്നെയാണ് തോന്നുന്നത്. ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് സർക്കാരിന്റെ ആർഭാടം അതൊക്കെ കാരണമാണ് നമ്മുടെ ഈ കേരളം ഇത്രത്തോളം കടക്കെണിയിലാവാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്. ചേട്ടൻ അങ്ങനെ തോന്നുന്നുണ്ടോ? സർക്കാരിന്റെ ആർഭാടം എല്ലാം അങ്ങനെയൊന്നും തോന്നുന്നില്ല. എന്തുകൊണ്ടായിരിക്കും അങ്ങളെ ഈ സർക്കാരിന് ഇത്രയും കടം കൂടാനുള്ള കാരണമായിട്ട് തോന്നുന്നത്? സർക്കാർ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സർക്കാരിനെ അത് പരിപാലിച്ചുകൊണ്ട് പോകാൻ അറിഞ്ഞുകൂടാത്തതായിരിക്കും. അല്ല, സർക്കാർ കൊടുക്കണ്ടേ പാവങ്ങളല്ലേ. ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് സർക്കാരിന് ഭയങ്കര ആർഭാടമാണ്, എന്ത് വന്നിരുന്നാലും ഭയങ്കര ആർഭാട രീതിയിലാണ് പൈസ കുറച്ച് കൊടുക്കണം പാവങ്ങൾ. എനിക്ക് കുറച്ചുകൂടെ നന്നായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ അല്ലാതെ ഇപ്പം ഒരു 10 വർഷം ആവുന്നുണ്ടല്ലോ അങ്ങളെ അവരുടെ ഭരണം തുടങ്ങിയിട്ട്. എങ്ങനെയുണ്ട് അവരുടെ ഈ 10 വർഷത്തെ ഭരണം? എങ്ങനെയുണ്ട്? ഇനി വരുമെന്നൊന്നും തോന്നുന്നില്ല. അത്ര ഇതായിപ്പോയി. ശരീരയുടെ പ്രശ്നം തന്നെ ഇപ്പം വല്ലാതെ പ്രശ്നം കിടക്കും. ശരീരമല്ല. എന്തായാലും ഇനി അടുത്തൊരു തവണ കൂടി 3-ാം ഊഴം കിട്ടുമെന്ന് തോന്നുന്നില്ല. പറയാൻ പറ്റില്ല. ഇല്ല, അങ്ങനെയൊന്നുമല്ല. അത് ഈ ഭരിക്കുന്ന ഭരണപക്ഷത്തോടുള്ള അവഗണനയാണ്. അത് പ്രതിപക്ഷക്കാരങ്ങനെ പെരുപ്പിച്ച് കാണിക്കുന്നതാണ്. അല്ലാതെ അങ്ങനെ ഒരിക്കലും സംഭവിച്ചിട്ടില്ല. KSRTC ഇപ്പോൾ മുമ്പത്തേക്കാളും നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വരുമാനം കൂടുതലാണ്. അതായത് പിണറായി സർക്കാരിൻ്റെ ഒരു ഉത്തരവാദിത്വം കൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരുപാട് പേര് അങ്ങനെ പറയുന്നുണ്ട് സർക്കാരിന് ഒരു ആർഭാടം കൂടുതലാണ്, അതുകൊണ്ടാണ് പല മേഖലകളിലും. ഇല്ല, അതൊക്കെ വെറുതെ പറയുന്നതാണ്. സർക്കാരിനെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതാണ്. ഈ സർക്കാർ നല്ല സർക്കാർ, പിണറായി സർക്കാർ നല്ല സർക്കാർ. മൂന്നാമത് അവർ വരും. ഹാട്രിക്, മൂന്നാമത് ഹാട്രിക് ഉറപ്പാണ്, 100% ഉറപ്പാണ്. പിണറായി സർക്കാർ നല്ലതാണ്. എന്തായിരിക്കും ഈ സർക്കാർ ഇത്രയും കടം കൂടാനുള്ള കാര്യം? എന്തായിരിക്കും സർക്കാരിനോട് ചോദിക്കണം. അങ്കിളിന് എന്ത് തോന്നുന്നു? അവരുടെ ഭരണമൊക്കെ വെച്ച് നോക്കിയിട്ട് എന്തായാലും കടമുള്ളത് കൊണ്ടാണ് ശമ്പളം പോലും കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്നത്. എന്തായിരിക്കും ട്രഷറിയിൽ പൈസ വരാത്തതുകൊണ്ടാണ് അവർ ശമ്പളം കൊടുക്കാൻ ലേറ്റാവുന്നത്.
അങ്ങനെ തോന്നുന്നു ഇപ്പൊ ഒരു 10 വർഷം ആവാൻ പോകുന്നുണ്ടല്ലോ ഇപ്പൊ ഇടത് സർക്കാർ നമ്മുടെ കേരളം ഭരിക്കാൻ തുടങ്ങിയിട്ട്. എങ്ങനെയുണ്ട് അവരുടെ ഭരണം? എങ്ങനെയുണ്ട്? ഭരണം തിരക്കേടില്ല, എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഒരു മൂന്നാമതും പിണറായി സർക്കാർ തന്നെ വരുമെന്ന് തോന്നുന്നുണ്ടോ? പറയാൻ പറ്റൂല, ചിലപ്പോൾ വന്നാലും വരും. അങ്ങനെയാണ് തോന്നുന്നത്. അങ്ങനെയാണ്, കാരണം അയാളുടെ പ്രവൃത്തിയും ക്ഷേമനിധിയും പല കാര്യങ്ങളും അയാൾ കറക്റ്റ് ചെയ്യുന്നുണ്ട്. കടമെടുത്തെങ്കിലും കടം മൂക്കുമുട്ട കടമാണ്, അതിന് കണക്കൊന്നുമില്ല. അവർ പറയും കേന്ദ്രം തരുമ്പം അതെല്ലാം കടം തീരുമെന്ന്. അതാണ് പിന്നെ ധനമന്ത്രിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കടയെടുക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? നമ്മളെ കേരളത്തിന് ഒരു ബാധ്യതയാവില്ലേ അവസാനം? അത് ബാധ്യതയാവും. ആളൊന്നിന് ഇത്ര രൂപ വെച്ച് നമ്മളെ കയ്യിൽ നിന്ന് തന്നെ പിരിക്കോ ഒരു ലാസ്റ്റ്? എന്തുകൊണ്ടായിരിക്കും സർക്കാർ ഇത്രയും കടം കൂടി ശമ്പളം പോലും കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നത്? എന്തുകൊണ്ടായിരിക്കും? ഞാനും സർക്കാരിൽ നിന്ന് പിരിഞ്ഞ ആളാണ്. ഞാൻ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് പിരിഞ്ഞ ഉദ്യോഗസ്ഥനാണ്. ഞാൻ പിരിഞ്ഞിട്ട് 30 വർഷമായി. അങ്ങനെ എന്തോന്നു ഈ സർക്കാരിന് ഇത്രയും കടം കൂടാനുള്ള കാര്യം എന്തായിരിക്കും? വെട്ടിപ്പ് തട്ടിപ്പൊക്കെ കാണും, അല്ലാതെ അറിയില്ല. വെട്ടിപ്പ് തട്ടിപ്പാണ്, കാണുമായിരിക്കും, സംശയമില്ല. അല്ലാതെ തന്നെ കാണാൻ പറ്റില്ല. എന്തായിരിക്കും ഈ കടം കൂടാനുള്ള കാര്യം എന്തായിരിക്കും തോന്നുന്നു? കടം കൂടാനുണ്ടായ കാര്യം കൃത്യമായ ഡ്യൂട്ടി അല്ല ചെയ്യുന്നത്, അത് തന്നെയാണ് മെയിൻ. സർക്കാർ അപ്പോൾ ശരിയായിട്ടുള്ള രീതിയിലല്ല പ്രവർത്തിക്കുന്നത്. ട്രാൻസ്പോർട്ട് പൊതുവേ സർക്കാർ എന്ന് പറഞ്ഞാൽ ഈ സർക്കാരിനെ അല്ല ഞാൻ പറയുന്നത്. എൻ്റെ അറിവ് വെച്ച കാലം മുതൽ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, മാറ്റമില്ല. തൊട്ടടുത്ത് 30 കിലോമീറ്റർ കഴിഞ്ഞാൽ എന്താണ്, അതങ്ങ് പഠിച്ചാൽ പോരെ, വേറെ ഒന്നും പഠിക്കാനില്ലല്ലോ, അത് തന്നെയാണ്. ഇപ്പോൾ ഒരു 10 വർഷം ആയല്ലോ ഇടത് സർക്കാരിന്റെ ഭരണം എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട് ഈ 10 വർഷത്തെ ഭരണത്തെ? ഞങ്ങൾക്ക് മൊത്തത്തിൽ അമർഷമുണ്ട്. ഇവിടെ വരുന്ന ഒരുപാട് പേരുടെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ അവർ പ്രധാനമായിട്ട് പറയുന്നത്? എന്താണ്? ഓരോരുത്തർക്കും അവരുടെ ജീവിത രീതി അനുസരിച്ചുള്ള പോരായ്മകളെ കുറിച്ച് പറയുന്നു അവർ. ഇപ്പം ഒരു ഇലക്ഷൻ ഇനി വരാൻ പോകുന്നുണ്ട്, നിയമസഭാ ഇലക്ഷനും കൗൺസിലർ ഇലക്ഷനൊക്കെ വരാൻ പോവുകയാണ്. ഇനിയും ഇടത് സർക്കാർ തന്നെ ഇപ്പോൾ കോർപ്പറേഷനിലായിരുന്നാലും നമ്മുടെ നിയമസഭയിലായിരുന്നാലും വരുമെന്ന് തോന്നുന്നുണ്ടോ? കോൺഗ്രസ്സുകാർ ശരിയല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ വന്നുകൂടാന്നില്ല. അവർക്ക് അടിവയ്ക്കാനല്ലേ സമയമുള്ളൂ, വേറെ അല്ലാതെ അവർക്ക് ജനങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ നേരമില്ലല്ലോ. വൈറ്റ് ഷർട്ട് മാത്രം ഇട്ട് കിടന്നാൽ പോരല്ലോ, താഴെത്തട്ടിൽ ഇറങ്ങി പ്രവർത്തിക്കണമല്ലോ, അതൊക്കെ വേണമല്ലോ, അതൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അതിനുള്ള മാറ്റങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം.